ന്യൂസ് പേപ്പർ ചലഞ്ച്. അതിനെ എന്നാൽ ഒക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ ഞാൻ വരുത്തുന്ന പേപ്പറുകൾ ഒന്നുപോലും നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ച് ഇനി നിങ്ങളെ അത് ഏൽപ്പിക്കും. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകണം. അവരവരുടെ വീട്ടിലുള്ള പേപ്പറുകൾ ഒന്നും നശിപ്പിക്കാതെ കുട്ടികളെ ഏൽപ്പിച്ചാൽ നമ്മുടെ സ്കൂളിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു സഹായമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള എല്ലാവിധ ആശംസകളും ഇവർക്ക് ഞാൻ കൊടുക്കുകയാണ്. ദൈവം അവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നമ്മുടെ ഈ ന്യൂസ് പേപ്പർ ചലഞ്ച് വിജയിപ്പിച്ച് കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം എല്ലാം കൊടുക്കണം. ഈ ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഇതോടൊപ്പം അവർക്കുണ്ടാകണം. വിദ്യാർത്ഥിയായ ബിനുവും കൂട്ടുകാരും ചേർന്ന് നടപ്പിലാക്കുന്ന ന്യൂസ് പേപ്പർ ചലഞ്ച് എന്ന പദ്ധതിയിലൂടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുകയാണ്. ഈ പദ്ധതി വിജയിപ്പിക്കുവാൻ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. പിന്നെ ബിനു B&B ഫാമിലി, നമ്മുടെ കുട്ടികളായ B&B ഫാമിലിയുടെ ഈ സേവന താല്പര്യത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം എല്ലാ പദ്ധതി വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വായനാശീലം വളർത്തുന്നതിനോടൊപ്പം സഹകരണ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നു. ജയശ്രീ, ഞാൻ NRPM ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് വേണ്ടിയിട്ട്, സ്കൂളിൻ്റെ കലാപരവും കായികവുമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സംരംഭം ഏറ്റെടുത്തിരിക്കുകയാണ്, ന്യൂസ് പേപ്പർ ചലഞ്ച്. അതിന് എല്ലാവിധമായ സപ്പോർട്ടും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പഴയ പത്രങ്ങളാണെങ്കിൽ തന്നെയും അതിനകത്ത് കുറേയേറെ വിവരങ്ങളുണ്ട്. പഴയ എന്ത് വിവരങ്ങൾ നമുക്ക് പത്രങ്ങളിൽ നിന്ന് കിട്ടും, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തെ വിവരങ്ങൾ. അതുപോലെ ഏത് വിവരങ്ങളായാലും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെക്കുറിച്ച്, പ്രസിഡന്റുമാരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് പത്രങ്ങളിൽ നിന്നും കിട്ടും. ഈ അറിവുകളെല്ലാം തന്നെ കുട്ടികളിൽ എത്തിക്കാൻ ഇതിലൂടെ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ ഒരു സംരംഭം നല്ല വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തരും ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊരു വിഷയങ്ങൾക്കും അതുപോലെ കായിക പ്രവർത്തനങ്ങൾക്കും വേണ്ട സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം സഫലമാക്കാൻ നിങ്ങളിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പൂർണ്ണമായിട്ടും നിങ്ങളിലും നിങ്ങളോട് ഒപ്പം നിൽക്കുന്നവരിലും നിങ്ങൾക്കറിയാവുന്നവരിലും ഈ ചാനലിൽ എത്തിക്കണം. കായംകുളം NRPM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ B&B ഫാമിലി നടപ്പാക്കുന്ന ന്യൂസ് പേപ്പർ ചലഞ്ച് പദ്ധതി വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടും പ്രയോജനപ്രദമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി B&B ഫാമിലി നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് പേപ്പർ ചലഞ്ച് പദ്ധതി വളരെ മഹത്തായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. കുട്ടികളിൽ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ അവരിലെ സേവന മനോഭാവം വളർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിലെ കലാവാസന വളർത്തുക, അവരുടെ സർവ്വതോന്മുഖമായ എല്ലാ വികാസവും മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. NRPM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു പുതിയ സംരംഭമാണ് ന്യൂസ് പേപ്പർ ചലഞ്ച്. ഈ കുട്ടികൾ നടത്തുന്ന ഈ ഒരു സംരംഭത്തിൽ നമ്മുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുകയും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇനിയും ഇവർക്ക് ഇതുപോലെയുള്ള ഒരു സംരംഭം ഉണ്ടാകുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പല കുട്ടികൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മകളൊക്കെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ സ്കൂളിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ സ്കൂളിലെ HMുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ബിനു, ഞാൻ NRPM രണ്ടാമത്തെ ബാച്ചിൽ അവിടെ പഠിച്ചതാണ്. അന്ന് 2 പേർക്ക് ആകെപ്പാടെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഞാനും ഒന്ന് ചന്ദ്രിക, LIC KSEB ജോലി ഉണ്ടായിരുന്ന ചന്ദ്രികയും. അത് കഴിഞ്ഞ് 1974 ഞാൻ അവിടെ ടീച്ചറായിട്ട് ജോലി കയറി. 2007 പെൻഷനായി. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ 36 വർഷം എൻ്റെ സ്വർഗമായിരുന്നു ആ സ്ഥാപനം. ഇന്ന് ഞാൻ അതിനെ എൻ്റെ സ്കൂളെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അധ്യാപകരും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എനിക്ക് ഭയങ്കര സ്നേഹം. ടീച്ചേഴ്സിനറിയാം ഞാൻ അവരോട് കാണിക്കുന്ന സ്നേഹം. പിന്നെ ഞാനവിടെ സർവീസിലിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരറിയാതെ ധാരാളം കുട്ടികൾക്ക് ധാരാളം സഹായം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തുവാണെന്നും കുട്ടികളുടെ പേരോ ഒന്നും ഒരിക്കലും ഞാൻ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇനിയാണെങ്കിലും അത് ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോഴും ഞാൻ ചെറിയ രീതിയിലുള്ള സഹായം കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട്.